സ്വാഗതം സയനഡ് കാർഡ് റീഡിലേക്ക്. ഇന്നത്തെ കാർഡ് റീഡിംഗ് അമ്മമാർക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് മക്കളുടെ പഠിപ്പിനെ പറ്റി അല്ലെങ്കിൽ മക്കളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കരായിരിക്കുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള റീഡാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഏറ്റവും അധികം ടെൻഷൻ അടിക്കുന്ന മകൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. എന്താണ് ആ വ്യക്തി ഇപ്പോൾ അറിയാത്തത് എന്നുള്ളതാണ് താഴെ നമ്മൾ പറയുന്നത്. എന്താണ് ആ വ്യക്തിക്ക് ഇപ്പോൾ വിധി കൊണ്ടിരുന്നത്, എന്താണ് ആ വ്യക്തിയുടെ സാഹചര്യം, എവിടേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള റീഡാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്താണ് ഈ വ്യക്തിയുടെ നിങ്ങൾ മകൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡ് എന്ന് പറയുന്ന കാർഡാണ്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കുട്ടിക്ക് റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡ് കിട്ടേണ്ട ഒരു സമയത്തിലൂടെയാണ് ആ വ്യക്തി കടന്നു പോകുന്നത്. അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഉണ്ടെങ്കിലും നമുക്ക് എന്താണ് കാരണം നോക്കാം, എന്താണ് അത് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും വിസ്ഡം എന്ന് പറയുന്ന കാർഡാണ്. തീർച്ചയായിട്ടും 5 എന്ന് പറയുന്ന എപ്പോഴും നമുക്കൊരു പെയിൻഫുൾ കോൺഫ്ലിക്റ്റിൻ്റെ കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, ഇദ്ദേഹം ഇവർ നിൽക്കുന്നത് ഒരു അറിവിൻ്റെ ഒരു മേഖലയിൽ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട. ഒരുപക്ഷെ അവർ തെറ്റാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും എന്താണ് ഇവരിപ്പോൾ മനസ്സിലാക്കാത്തത് എന്ന് നമ്മൾ നോക്കുമ്പോൾ ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് എന്നുള്ളതാണ്. അതായത് തീർച്ചയായിട്ടും ഇവരുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് എന്താ പറയുക, സാമ്പത്തികപരമായിട്ടും നമുക്ക് ധനപരമായിട്ടെന്നുള്ളതാണ്. അപ്പോൾ 5 എന്ന് പറയുന്ന കാർഡുകളെല്ലാം ഒരു എന്താ പറയുക, നമുക്ക് കോൺഫ്ലിക്റ്റിൻ്റെ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടിയുടെ കാർഡുകളാണ് കേട്ടോ. എന്താണ് വിധി കൊണ്ടിരുന്നതെന്ന് ചോദിച്ചപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. ആക്സലറേറ്റഡ് മോഷൻ എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു ഇതും വെച്ച് നോക്കുമ്പോൾ ഈ വ്യക്തി ഒരു വരുന്ന ഭാവിയിൽ 3 മാസം മുതൽ 6 മാസത്തിനുള്ളിൽ വളരെ ബഹുദൂരം മുന്നോട്ട് പോകാനുള്ള ചാൻസസും ഓപ്പർച്യൂണിറ്റീസും ഈ വ്യക്തിയുടെ മുന്നിൽ വരും എന്നാണ് ഇത് പറയുന്നത്. അത് ഈ വ്യക്തി കിട്ടുമോ കിട്ടില്ല എന്നുള്ളത് ഈ കാർഡാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഡിസ്റപ്ഷൻ എന്ന് പറയുന്ന കാർഡാണ് എന്നുള്ളത്. ഡിസ്റപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോഴുള്ള പാറ്റേൺ എന്താണോ അതിൽ നിന്ന് കാലികമായിട്ടൊരു മാറ്റമാണ്. ഡിസ്റപ്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു നെഗറ്റീവായിട്ട് എടുക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് നമുക്ക് ആ കാർഡ് കാണുമ്പോൾ ഒരു നെഗറ്റിവിറ്റി ഉണ്ടോ തോന്നും. നമുക്കൊന്നുകൂടി മറ്റൊരു കാർഡുകൾ എടുത്തുകൊണ്ട് എന്താണ് അതിൻ്റെ ഇത് കൃത്യമായിട്ടുള്ളത് നമുക്ക് നോക്കാം. ഒരു വർഷത്തിനുള്ളിൽ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത്. ഫേം ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇതിലേക്കാണ് പോകുന്നത്. 4. അപ്പോൾ ആകത്തുകയായിട്ട് നമ്മൾ ഈ റീഡിൽ കാണുമ്പോൾ താങ്കളുടെ വ്യക്തിക്ക് ഇപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, റെക്കഗ്നിഷൻ റിവാർഡും കിട്ടേണ്ട സമയമാണ്. അതേസമയം ആ വ്യക്തിയുടെ ചുറ്റുപാടെന്ന് പറയുന്നത് അറിവ് നേടേണ്ട സമയമാണ്. അറിവ് എന്ന് പറയുന്നത് ചിലപ്പോൾ വേദനയിലൂടെ ആയിരിക്കാൻ വരുന്നത്. ഈ വ്യക്തിയുടെ വലിയ മാറ്റങ്ങൾ ഈ വ്യക്തിയുടെ ഇതിൽ വരുന്നുണ്ട്. ഈ വ്യക്തി ഇത് അറിഞ്ഞിട്ടില്ല. അത് ഈ കാർഡുമായിട്ട് ചേർത്ത് വായിക്കുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ വീട് വിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധ്യതയാണ് കാണുന്നത്. എന്തായാലും ഈ വ്യക്തി വളരെ മുന്നോട്ട് പോകുന്ന ഒരു വിദ്യയാണ് കൊണ്ടുവരുന്നത്. ഈ വ്യക്തി ഒരു വർഷത്തിനുള്ളിൽ തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ഫൗണ്ടേഷനിൽ സ്വന്തം കാലിൽ ആ ഒരു ഇതിലേക്ക് തിരിച്ചു വരും എന്നാണ് ഈ കാർഡ് റീഡിങ് പറയുന്നത്. അപ്പോൾ താങ്കൾക്ക് എന്താ പറയുക, ആശങ്കപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ അതേസമയം ഈ വ്യക്തിക്ക് ഒരു 3 മുതൽ 6 മാസം വരെ പല രീതിയിലുമുള്ള വെല്ലുവിളികൾക്കുള്ള സാധ്യത എന്തായാലും കാണുന്നുണ്ട്. പക്ഷേ അത് അതിജീവിക്കാനും ആഗ്രഹിക്കുന്നൊരു ദീർഘദൂരത്തിലേക്ക് പോകാനും കഴിയുമെന്നാണ് ഈ റീഡിങ്ങിൽ പറയുന്നത്. ഐ വിഷ് യു വെരി എന്താ പറയുക സക്സസ്ഫുൾ തിങ് ഫോർ യുവർ ബേബി. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.